എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവചനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ശാന്തമായിട്ട് കേൾക്കുവാൻ നമുക്ക് അവസരം കിട്ടിയല്ലോ. ഞാൻ ഏത് ഉപവാസശുശ്രൂഷ നടത്താൻ പോയാലും ഈ പാട്ട് പാടിക്കാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പാട്ട്. കാരണം കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് യേശു മാത്രമാണ്. ഭൂമിയിലൊന്നുമില്ലെങ്കിലും എൻ്റെ കർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കറിയാം. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് നമുക്ക് വേണ്ടത് യേശുവാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നെ തിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു മനുഷ്യർക്കും യേശുവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ലോകത്തിൽ ഒരുപക്ഷെ ബാങ്കിൽ കോടികൾ കിടപ്പുണ്ടായിരിക്കും. യേശുവില്ലെങ്കിൽ അവരൊരു വലിയ പൂജ്യമായിട്ട് തീരത്തുള്ളൂ. എന്നാൽ ഭൂമിയിൽ തടയായിപ്പാൻ സ്ഥലമില്ലെങ്കിലും യേശു ഉണ്ടെങ്കിൽ അവർ സന്തോഷിക്കാൻ വഴിയുണ്ട്. അവന് വേണ്ടി വഴിയൊരുക്കുന്ന കർത്താവ് സ്വർഗത്തിലുണ്ട്. യേശുവിനെ നോക്കി ഇറങ്ങിത്തിരിച്ച് എത്രയോ ദൈവമക്കൾ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന താഴെയൊക്കെ ഇരിക്കുന്ന ദൈവദാസന്മാരെയൊക്കെ വിളിച്ചു ചോദിച്ചാൽ അവർ പറയും, എങ്ങനെയാണ് യേശുവിനെ സ്നേഹിപ്പാട്ടിൽ ഇറങ്ങിത്തിരിച്ചത്? ഓഡിയൻസിൽ പണ്ട് കടന്നവരും ഇറങ്ങിത്തിരിച്ചത് ഈ കറുത്ത വസ്തു എടുത്തുകൊണ്ട് അവർ ഇറങ്ങിത്തിരിച്ചതാണ്. എന്നാൽ ഇന്ന് വരെയും കൈവിടാതെ വേണം യേശുവിനെ നടത്തിക്കൊണ്ടിരുന്ന മഹാകൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ കാര്യമൊക്കെ സ്വന്തം പറയാമോ? കടന്നു വന്നിരിക്കുന്ന സഹോദര സഹോദരി സ്നേഹിതരെ, നിങ്ങൾക്ക് യേശു മാത്രം മതി, വരെയൊന്നും വേണ്ട. യേശുവിനെ കൂടാതെ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോയത്. യേശുവായിട്ട് ഇറങ്ങി പോകുമെങ്കിൽ ജീവിതത്തിലെ ക്ലേശമേറിയ സാഹചര്യങ്ങൾ കൂടി ആയിരിക്കാൻ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും അതിൻ്റെ നടുവിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് ആലോചന പറഞ്ഞ് വഴി നടത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണെന്ന് സന്തോഷത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ. നീ ഒരു തകർന്ന കുടുംബജീവിതമാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ, വഴിമുട്ടി നിൽക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത നിലയിലാണ് ഇവിടെ ആയിരിക്കുന്നതെങ്കിലും നീ ശാന്തമായി യേശുവിന്റെ സന്നദ്ധന്റെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനെ സ്നേഹിപ്പാൻ നീ ഒരുങ്ങുമെങ്കിൽ ആ കുടുംബത്തെ ഒന്നിച്ച് ചേർക്കുവാൻ കഴിവുള്ളവരാണ് എൻ്റെ കർത്താവ് ഞാൻ വിളിച്ചു പറയാം. ആ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ശാന്തമായ അല്പസമയം ദൈവത്തെ മുന്നിൽ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ച് ശാസ്ത്രിമാർ വന്ന് ചോദിച്ചു, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ? അത് യേശു പറഞ്ഞു, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പനെയും അമ്മയും വിട്ട്
തന്റെ ഭാര്യയോട് പറ്റിച്ചതിൽ ഇരുവരും ഒരു ദേഹമായി തീരും. എന്നിട്ട് പറഞ്ഞു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. നമ്മൾ മനുഷ്യന്മാരെ ചോദിച്ചു, മോശം താങ്കൾ പറഞ്ഞതൊക്കെ ചോദിച്ചപ്പോൾ 8-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പ്രയോഗമുണ്ട്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. യഹോവയെ ദൈവം വിവാഹം സ്ഥാപിച്ച സമയത്ത് വിവാഹമോചനത്തിന് പഴുതിട്ടുകൊണ്ടല്ല അവർ സ്ഥാപിച്ചത്. അവർ സ്ഥാപിച്ചത് വൺസ് ഫോർ ഓൾ, എന്നേക്കുമായി ഒന്നിച്ചു ചേർന്നൊരവസ്ഥയെ കുറിച്ചാണ്. ഇത് ധാരാളം വിവാഹമോചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ധാരാളം കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീ പീഡനത്തെ സംബന്ധിച്ച് 135 കേസ് ഒരു ദിവസം ഫയൽ ചെയ്യുന്നുണ്ടാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് ചെയ്യാൻ കേട്ടോ, 135 കേസ് ഒരു ദിവസം ഫയൽ ചെയ്തുകൊണ്ടിരിക്കുക സ്ത്രീ പീഡനത്തിനെ സംബന്ധിച്ച്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് വിവാഹ ജീവിതത്തെ ഉറപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയും? അതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ ദേവദാസ് ഓർമ്മപ്പെടുത്തിയല്ലോ. അവിടെ തൊടാതെ ചില കാര്യങ്ങൾ പറഞ്ഞ് നിർത്താൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് വിവാഹമോചനം നടക്കുന്നത്? ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർതിരിക്കുന്ന ദൈവത്തിന് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഈ വിവാഹമോചനം വരുന്ന ദൈവം യോജിപ്പിച്ചോ അല്ലയോ എന്നൊക്കെ നമുക്ക് ചിന്ത വരും. കാരണം എവിടെ വെച്ച് യോജിപ്പിച്ചെന്ന് പറഞ്ഞാലും വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. പ്രധാനമായിട്ടുള്ള കാരണം തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോവുകയാണ്. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് തെറ്റുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ട് വിവാഹമോചനം ഉണ്ടാകുന്നത്. അമേരിക്കൻ തൊഴിലാളികളോട് പുറപ്പെട്ട് കഴിയുമ്പോൾ പത്രത്തിൽ പരസ്യം കൊടുക്കും, ഞാൻ വരുന്നുണ്ട്, നേഴ്സ് വേണം, അല്ലെങ്കിൽ എഞ്ചിനീയർ വേണം, അല്ലെങ്കിൽ ഡോക്ടർ വേണം, അല്ലെങ്കിൽ ഫാമിലി പാസ്സായാൽ വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു പരസ്യങ്ങൾ കാണുമ്പോൾ വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കുന്നതൊന്നുമല്ല എന്തെന്നറിയാമോ, ഈ ക്വാളിഫിക്കേഷൻ ആരെങ്കിലും കിട്ടുമോ എന്ന് വിശ്വസിക്കാം. എന്തുമായിക്കോട്ടെ, ഞാൻ എല്ലാ വിശദമായിട്ട് ചോദിച്ചറിയാം. രണ്ടായാലും അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ മാതാപിതാക്കന്മാരോടായിട്ട് എനിക്ക് സ്നേഹമായിട്ടൊരു അപേക്ഷയുണ്ട്. ദൈവം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ അന്ന് മുതൽ പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞിനെ യോജിച്ച ഒരു പയ്യനെ കൊണ്ടുതരണമെന്ന് പ്രാർത്ഥിക്കുക, ഒരു പെൺകുട്ടിയെ കൊണ്ടുതരണമെന്ന് പ്രാർത്ഥിക്കുക. വേറൊന്നും ചെയ്യണ്ട. നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു പെൺകുട്ടിയെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നേഴ്സാണോ, എവിടെയാണ് പഠിച്ചത്, ഇപ്പം എവിടെയാണ് ജോലി, ഗൾഫിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം അന്വേഷിച്ചാൽ മതി, ആ കുഞ്ഞ് യേശുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പെന്തക്കോസ്ത് കൈവക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, അതങ്ങ് മാറ്റി വെച്ചാൽ എല്ലാവരും കൈവക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നതല്ല, ഈ കൊച്ചു ദൈവവുമായിട്ട് വല്ല ബന്ധമുണ്ടോ, ദൈവം ജീവിക്കുന്നതാണെന്ന് മാത്രം അന്വേഷിക്കുക. ഒരു കൊച്ചിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിക്കുന്നതിന് മുൻപ് ഇവൻ ശരിക്കും രക്ഷിക്കപ്പെട്ടവരാണെന്ന് അന്വേഷിക്കണം. ഇത് അന്വേഷിക്കാമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അക്ഷയമായി കർത്താവിനെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ ഒന്നുകൊണ്ട് നിങ്ങൾ പാഠപ്പെട്ട കാര്യമില്ല, അവരുടെ കുടുംബം ഭയങ്കരമായിരിക്കും. തമ്മിൽ കാണുമ്പോൾ തന്നെ എന്താ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇവരെന്താ ചോദിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കിട്ടിയില്ല. കണ്ടപ്പോൾ എന്ത് നമ്മളെ ചോദിച്ചവരെ ചോദിച്ചോ, എന്താ ചോദിച്ചത്? നല്ല ജോലിയാണ് എന്താന്ന് ചോദിച്ചത്. അതുകൊണ്ട് സാറിന് ചോദിക്കാറുള്ളൂ, അത് ശരിക്കും ഗുണപ്പെടാമെന്ന് ചോദിച്ചോ, മനസ്സിലപ്പെട്ടാന്നോ, എല്ലാവരും ചോദിച്ചു. രക്ഷിക്കപ്പെടാന്നുള്ള ചോദിച്ചു. ചിരിക്കാനല്ല, ബി സീരിയസ്. നടക്കുന്ന വിവാഹമായിട്ട് പ്രധാന കാരണം യേശുവുമായിട്ടുള്ള ബന്ധപ്പെട്ട പലതും ദൈവം യോജിപ്പിക്കുന്ന വിവാഹങ്ങളല്ല. സാഹചര്യങ്ങളും ജോലിയും ഭൗതികവും ഒക്കെ നോക്കിക്കൊണ്ട് പോകുന്ന പല വിവാഹങ്ങളായതുകൊണ്ട് വിവാഹമോചനത്തിൽ എത്തുവിട്ടുന്ന ഒരു വേദന മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണിത്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു പെൺകുട്ടിയോ കൊച്ചിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടെല്ലാം മാറ്റി വെച്ചിട്ട് ഒറ്റ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുക. എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ട്? ഇവർ യേശുവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണോ? അമേരിക്കയിൽ വിൻസെന്റ് ജോസ് പാസ്റ്ററുടെ മകൻ MD പാസ്സായ ആളാണ്. ഇപ്പോൾ പുള്ളി അവർ ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഡോക്ടറേറ്റിന് വേണ്ടി. അവിടെ ചർച്ചിലെ മ്യൂസിക് ലീഡറാണ് ആ സഹോദരി. ആ സഹോദരിയെ കാണാൻ രണ്ട് പാസ്റ്റർമാരുടെ കൊച്ചുമക്കൾ ചെന്നു. ആദ്യം ഒരാൾ ചെന്നു, കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും പറയാൻ അവൾ ചോദിച്ചു, ആരാധനയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം എന്താണെന്ന്. 3ാം തലമുറയാന്ന് ഓർത്തോണം. അപ്പോൾ പറഞ്ഞ ഒക്കുന്ന സമയത്തൊക്കെ ആരാധനയ്ക്ക് പോകണം. അവൾ പറഞ്ഞു, എനിക്ക് വേണ്ട.
രണ്ടാമത് വന്ന പാർട്ടി പറയുന്നത് ഒക്കുമ്പോഴൊക്കെ പോകണം, പിന്നെ അല്പം സേവിക്കുകയും കൂടി ചെയ്യണം. മൂന്നാം തലമുറ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. ആത്മീയ അവരെ അന്വേഷിക്കേണ്ട, ഭൗതികമല്ല. രൂപ ഇന്നുകൊണ്ട് തീരും, ആരോഗ്യം ഇന്നുകൊണ്ട് പോകും, എല്ലാം ഇന്നുകൊണ്ട് പോകും. ഇതൊന്നല്ലാത്ത വിഷയം. യേശുവുമായിട്ട് അക്ഷരമായി സ്നേഹിച്ച് ദൈവത്തെ ആരാധിക്കുന്ന രണ്ട് വ്യക്തികളെ ഒന്നിച്ച് ചേരുന്നതെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവർ രണ്ടാകത്തില്ല. വളരെ വേദനയോട് എത്രയോ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്റർനെറ്റ് ആക്സസ് ആണ്, ഇന്റർനെറ്റ് ആക്സസ് ആണ്. ചെറുപ്പക്കാർക്കൊക്കെ UK മുതൽ പഠിപ്പിക്കുകയാണ്, കമ്പ്യൂട്ടർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്റർനെറ്റിലൂടെ ചാറ്റി കല്യാണം നടത്താറുണ്ട്. ഇന്റർനെറ്റിലൂടെ ചാറ്റി ഇപ്പൊ പിൻ പോയിന്റ് വിവാഹ ബ്യൂറോ എന്ന് പറഞ്ഞുകൊടുത്തിയാൽ പിൻ പോയിന്റ് ഹോളി മാരിയെന്ന് അഡ്വർടൈസ് കഴിഞ്ഞ ദിവസം. ഇതെല്ലാം വിവാഹത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവരെല്ലാം നോക്കുന്ന നോട്ടങ്ങൾ ഇങ്ങനെ വരും. ഫേസ്ബുക്കിൽ കൂടെ തമ്മിൽ സംസാരിച്ച് കല്യാണം നടത്താറുണ്ട്. ഫേസ്ബുക്ക് എൻ്റെ പേരിലൊന്നും ഫേസ്ബുക്കില്ല, ഞാനോട് എടുക്കാറില്ല, ഇവിടെ നേരമില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ കൂടെ സംസാരിച്ച് കല്യാണം നടത്തുന്നുണ്ട്. UK-ലുള്ളതായ ഒരു ദിവസത്തെ പത്രത്തിലൂടെ ഞാൻ പറ്റി വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കൂടെ ആദ്യം കണ്ട് സംസാരിച്ച് കല്യാണം നടത്തി ഒടുവിൽ ആ സംസാരം കാരണമായി വിവാഹമോചനത്തിന്. അതെന്ന് ചോദിച്ചേക്കാം. അപ്പം അന്നിങ്ങനെ കള്ളവും കുറളയും ഉള്ളതുമില്ലാത്തതെല്ലാം ഇങ്ങനെ തടികൂടിലും പറയും. പ്രായോഗിക വശത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നുമില്ല, പിന്നെ രണ്ടാമത് മാർഗമില്ലല്ലോ. അപ്പം അന്ന് പറഞ്ഞെടുത്താൽ മാറുന്നത്. അതുകൊണ്ട് ഫേസ്ബുക്കിൽ കൂടെ നോക്കി പൊക്കളയരുത്. പിന്നെ മൊബൈൽ ഫോണിൽ കൂടെ ഒരു മിസ് കോൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ പെൺകൊച്ചുങ്ങൾക്കൊക്കെ ഒരു താല്പര്യം വേണം, ആരാണെന്ന് അറിയാൻ. സഹോദരി, ഈ തിരിച്ചു വിളിക്കുന്ന ആര് വിളിച്ചാൽ നീ അവിടേക്ക് പോകരുത്. ഞങ്ങളുടെ ഒരു സഭയിൽ വിവാഹം നടന്നു. കൊച്ചൻ്റെ ഭർത്താവിൻ്റെ ഫോണിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ആരോട് സംസാരിച്ചാലും ഭാര്യയുടെ സംശയം അവളോട് സംസാരിക്കുകയാണെന്ന് ഇപ്പൊ രണ്ടാഴ്ചയോ. അതുകൊണ്ട് ആരുടെയെങ്കിലും മൊബൈൽ ഫോണിലോ ഇന്റർനെറ്റിലോ ഫേസ്ബുക്കിലോ വല്ല ഉണ്ടെങ്കിൽ ഇതായി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേച്ച് കല്യാണത്തിന് പോകാം. മനസ്സിലായില്ലായിരിക്കും ഞാൻ പറഞ്ഞത്. നമുക്കറിയത്തില്ല, നമ്മുടെ ക്ലാസ് ചെയ്യുന്നവരല്ലേ, നമുക്ക് ഇതായിട്ട് അറിയത്തില്ല. അത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ വല്ലതും ചെയ്യുന്ന വല്ലോരും ചെറുപ്പക്കാരോട് ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ നീ അവസാനിപ്പിക്കുക. നിന്റെ ഭാവയ്ക്ക് നല്ലത് പോകട്ടെ. അത്രയും ഞാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള രീതികളിൽ കൂടെ നമ്മുടെ സമൂഹം തലമുറകൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വിവാഹമായി സംഭവിക്കുന്നത്. സംഭവിക്കാതിരിക്കണമെങ്കിൽ വചനപ്രകാരം വരണം. ആദാമിന്റെ പിതാവ് ആരായിരുന്നു? യഹോവയായ ദൈവമായിരുന്നു. യഹോവയായ ദൈവമാണ് ആദാമിന് ഹവ്വയെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തത്. അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിന് ആരാണ് വിവാഹാലോചന ക്രമീകരിച്ചത്? പിതാവായ അബ്രഹാമായിരുന്നു ചെയ്തത്. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം 14 വർഷം മുൻപറക്കേണ്ടി വന്നു രണ്ട് ഭാര്യമാർക്ക് വേണ്ടി. പ്രിയപ്പെട്ട, തെരഞ്ഞെടുപ്പ് തെറ്റിയാൽ ആഹപ്പാടെ തെറ്റുമെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഞാനങ്ങ് വിട്ടേക്കാം. നിങ്ങൾക്ക് ആർക്കും അവരുടെ വിഷമം തോന്നരുത്. ആരെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് അവസാനിപ്പിക്കുകയായിരിക്കും ഏറെ നല്ലത്. അപ്പനോടും അമ്മയോടും പറ, എവിടെയെങ്കിലും ആലോചിച്ചോട് വരാൻ. നമ്മുടെ ചെറുപ്പക്കാരുടെ വിചാരം എൻ്റെ അപ്പൻ എന്നെ അറിയാം, കമ്പ്യൂട്ടർ അറിയാമോ? കമ്പ്യൂട്ടർ അറിയത്തില്ലെങ്കിലും ഏറെ വർഷം ലോകത്തിൽ ജീവിച്ച് നിന്നെയൊക്കെ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ടൊരു കഴിവപ്പനുണ്ടായിരുന്നല്ലോ. അപ്പനെല്ലാം അറിയാം, നിങ്ങളെ കൂടുതൽ അറിയാം. നിങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ വിടാം. നമുക്ക് ഈ ചെറുപ്പക്കാരുടെ അപ്പം എന്നെ അറിയാം. ഒന്നും അറിയത്തില്ല, ഒത്തിരി ഞങ്ങൾക്കറിയാവുന്നേ. ഞങ്ങൾ കുറേയേറെ വർഷമായി മൊബൈലായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. എത്ര പേരുമായിട്ട് ബന്ധപ്പെടുന്നത് ഞങ്ങൾക്കറിയാമോ? എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് നിങ്ങൾ അപ്പനോടും അമ്മയോടും ചെന്ന് ആദ്യം പറയണം. അവർ പോയി കണ്ട് തൃപ്തിപ്പെടുന്നെങ്കിൽ പോയി കാണാൻ പറഞ്ഞ് പോയി കാണണം. കണ്ടു കഴിഞ്ഞ് തൃപ്തിയാക്കി 10 നടത്തിയ വെച്ചാൽ മതി. പിന്നെ ഫോൺ വിളിക്കരുത്. അത് മനസ്സിലായിരിക്കും ഞാൻ പറഞ്ഞു. കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ സംസാരമാണ്, അത് പാടില്ല. കല്യാണം കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. അങ്ങനെ സംസാരിച്ചാലും കുഴപ്പമുണ്ടാകും. കാരണം അന്നേരം ആവശ്യമില്ലാത്തൊക്കെ പറയുമല്ലോ. അപ്പം റിയാലിറ്റി വരുമ്പോൾ കാണത്തില്ല. ഇതൊക്കെ വരാതിരിക്കാൻ ഇപ്പോഴേ സൂക്ഷിച്ചു പോയാൽ വളരെ നന്നായിരിക്കുന്നൊരു ഉപദേശം പറയട്ടെ. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവഗത മനസ്സിലാക്കാതെ മാതാവെ പിതാവെ ചുവടെടുത്ത് വയ്ക്കരുത്, ഒരിക്കലും ചെയ്യരുത്. പ്രവാചകൻ പറയുന്നത് പോകരുത്.
പ്രവാചകന്റെ പുറകെ പോവും. അവൻ സംസാരിക്കട്ടെ, അവൻ്റെ ശബ്ദം കേൾക്കട്ടെ. അത് കേട്ട് തീരുമാനിക്കുമെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അവിടെ ഞാനങ്ങ് നിർത്താം. കുഞ്ഞുങ്ങളെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പേരെ ഞാൻ എതിർപ്പിച്ച് നിർത്തും. വിജുവാകുന്ന ഞാൻ വിജയാകുന്ന നിന്നെ അങ്ങനെയല്ല, കുഴപ്പമില്ലല്ലോ. ഇന്ന് മുതൽ ഭാര്യയായി സ്വീകരിക്കുന്നു. പിന്നെ പറയുന്ന വാർത്തയാണ് മരണം നമ്മെ വേർതിരിക്കുന്നത്. ഈ സൗന്ദര്യമൊക്കെ പോകട്ടോ, എല്ലാം പോകും. ഈ കടപ്പ് നേരിട്ടെന്ന് വരും, ജോലി പോയെന്ന് വരും, ആരോഗ്യം പോയെന്ന് വരും. അതുവരെ നല്ല പറയുന്നത് മരണം നമ്മെ വേർതിരിക്കുന്നത്. ഇന്ന് ഇവിടെ വെച്ച് ഉപേക്ഷപദം മരണത്താലല്ലാതെ വേർതിരിക്കാൻ പാടില്ല. മോളെ വിജയാകുന്ന ഞാൻ വിജയമാകുന്ന അങ്ങേ എന്ന് പറഞ്ഞ് ഭർത്താവായി സ്വീകരിക്കുന്നു. അതിനുശേഷം പറയും മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ. ഇന്നെല്ലാം പോകട്ടെ, കോട്ടൊന്നും പോയി കാണുന്നില്ല, ചൈനൊന്നും കാണിക്കില്ല, മീശ ചിലപ്പോൾ പോയെന്ന് വരും, ആരോഗ്യം പോയെന്ന് വരും, എല്ലാം പോയെന്ന് വരും. അതുവരെ നല്ല മോളെ പറയുന്നത് മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ. നിങ്ങൾ ഇന്ന് വിളിച്ചത് ശബ്ദം മരണത്തല്ലാതെ വേർതിരിക്കാൻ പാടില്ല. കുറച്ചുകൂടെ തറപ്പിച്ചുകൊണ്ട് നീക്കുണ്ട്. പിതാവ് പരിശുദ്ധാത്മാവിയുടെ ഇത്രയും ദൈവദാസന്മാർ, ധാരാളം ദൈവദാസന്മാർ നീക്കുണ്ട്. ഈ കൂടി വന്ന ഓഡിയൻസിന് മുമ്പിൽ വെച്ച് നിങ്ങൾ ചെയ്യുന്ന ഉപസമതത്തിന് ഒരിക്കലും മാറ്റം വരാൻ ഒക്കത്തില്ല. അതുകൊണ്ട് മനസ്സുണ്ടെന്ന് ചോദിക്കുമ്പോൾ ചിന്തിച്ചിട്ട് മനസ്സുണ്ടെന്ന് പറയാം. ഞാൻ ചോദിക്കുമ്പോഴേ ഉള്ളത് പറയുമെന്ന് എനിക്കറിയാം, ചിന്തിച്ചിട്ടാകും. എൻ്റെ വിശ്വാസം ഞാൻ പറയട്ടെ, എൻ്റെ കൈ ഉണ്ടായിരിക്കുന്നവരുടെ കൈ ഞാൻ പിടിക്കുന്നത്. എങ്കിലും എൻ്റെ ആത്മനാഥൻ്റെ കാണിക്കറ്റ കരം അത് നമുക്കുണ്ടായിരിക്കും. അവനാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത്. തിരിച്ചു പോയില്ല, അവനെ യോജിപ്പിക്കുക, മാറ്റം തരാൻ പാടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരെ പള്ളിയിൽ വെച്ചോ ഹോളിൽ വെച്ചോ സഭാഹോളിൽ വെച്ചോ എവിടെ വെച്ച് നിങ്ങൾ ഉപേക്ഷാപനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം വരാൻ സാധ്യതയില്ല. മാറ്റം വരാൻ പാടുള്ളതല്ല. വിവാഹം ദൈവം വെറുക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരെങ്കിലും വിവാഹമോചനത്തിൻ്റെ ചിന്തിച്ചോണ്ട് നടക്കുന്നെങ്കിൽ സഹോദരി, ഒരു പരിഹാരമുണ്ട്, യേശുവിനകത്ത് വന്നാൽ മതി. സഹോദര, പരിഹാരമുണ്ട്, യേശുവിനകത്ത് വന്നാൽ മതി. യേശു വരുമെങ്കിൽ നിങ്ങളെ ഒട്ടിച്ച് ചേർക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വാസമാണ്. ഒരു സംശയക്കാര്യത്തിനില്ല. ഞാനും പാസ്റ്റർ പിജി ജയിക്കുമ്പോഴും ഞങ്ങൾ പെരുമ്പാവൂര് ഒരു വാശുവിഷയ്ക്ക് പോയിരുന്നു. അന്ന് ഭർത്താവിനോട് പിണങ്ങി വന്ന് താമസിച്ചൊരു സഹോദരി അന്ന് വിവാഹത്തിന് സംബന്ധിച്ചിരുന്നു. അത് കഴിഞ്ഞ് പലരെ കൊണ്ട് ഭർത്താവിനെ വിളിപ്പിച്ചു. അവസാനം പോയി ഭർത്താവ് ക്ഷമ ചോദിച്ച് ഒന്നിച്ച് താമസിക്കാനായിട്ട് തുടങ്ങി. 5 വർഷത്തിന് ശേഷം ഞാൻ IPCയിലെ പാസ്റ്റർ തിരുവാശുഷയ്ക്ക് വരുമ്പോൾ അന്ന് പറഞ്ഞ കാര്യമാണത്. ആ 2 പേരും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കാരണം IPC വളർന്നതായി മാറുവരുടെയായി. കാര്യം എന്താണെന്നറിയാമോ? അവർ കാര്യം മനസ്സിലാക്കിയപ്പോൾ ഭർത്താവായിട്ട് നേരുന്നു. പ്രിയപ്പെട്ട, സൊല്യൂഷൻ നേരെ ഒന്നുമില്ല. വിവാഹമോചനം ബ്രിങ്സ് ടു മച്ച് പ്രോബ്ലംസ്. കൂടുതൽ പ്രശ്നം മരിച്ചു വെക്കാണ് നീ പോകുന്നത്. എന്നാൽ ദൈവം യോജിപ്പിച്ചതുമായിട്ട് ഒന്ന് ചർച്ച ചെയ്ത് പോകാമെങ്കിൽ കുടുംബം അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞ് അവിടെ ഞാനത് വിടുകയാണ്. ഇനി അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് ദൈവത്തിൻ്റെ വചനം പോലെ ഇന്ന് വിജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പനമ്മയുണ്ടല്ലോ, അവരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചാൽ എന്നിട്ട് എന്ത് ചെയ്യണം കേട്ടോ, മാറ്റം വരരുത്. പക്ഷേ അവരോട് ഉത്തരവാദിത്തമുണ്ട്. ഭാര്യ പറയും വേണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി, ഇതിൻ്റെ ഉത്തരവാദിത്തം അവിടെ ആൾക്കാർ പറയാം. ഭർത്താവിൻ്റെ ഒരു നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ അമ്മ ഒന്നായിരിക്കുന്നത് അതല്ലേ, അവരോട് ചില കടപ്പാട്ടുണ്ടാക്കും. മറക്കരുത്. എല്ലാം യോജിപ്പിച്ച കുഴപ്പമൊന്നുമില്ല. വിശ്വാസം നമ്മുടെ, അപ്പനമ്മ നമ്മുടെ. മറക്കരുത്. ഒത്തിരി കുഴപ്പങ്ങൾ അനുഭവിക്കുന്നത് ഒത്തിരി കാണുന്നുണ്ട്. ഞാൻ ഒത്തിരി പേര് കണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാലും അവരെ കടപ്പാട് നിറവേറ്റണം. നിങ്ങളെ ജനിപ്പിച്ച് കഷ്ടപ്പെട്ട് പട്ടിണികൾ വളർത്തിക്കൊണ്ടുവന്ന് വിദ്യാഭ്യാസം തന്ന് നിങ്ങൾ സൗകര്യത്തിൽ വന്ന് ഒരുപാട് കഴിച്ചു കഴിയുമ്പോൾ അവരെ നിന്ദിക്കാൻ പാടില്ല.
ഒരിക്കലും പാടില്ല. അവരുടെ കണ്ണുനീര് ശരിയാവത്തില്ല. ഓർത്തോളം കാര്യം. നിങ്ങൾ അത്ര വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, അറിവില്ലായിരിക്കാം, സൗന്ദര്യമില്ലായിരിക്കാം, പല്ല് ഒഴിഞ്ഞു പോകുന്നവരും ഇതൊക്കെ പരമാർത്ഥമുള്ള അപ്പനാണ്. മനസ്സിലായി? അപ്പനമ്മ തന്നെ പല്ലൊക്കെ ഒഴിഞ്ഞു പോകുന്നവരും ആരോഗ്യവും അപ്പനമ്മയാണ്. കടപ്പാടും നിർവഹിച്ചിരിക്കണം. ഇവിടെ പ്രശ്നമില്ല. ഇടത്തല്ല ഭാര്യ കൂടെ ഒഴിവായിരിക്കുമല്ലോ. അവിടെ നാട്ടിലോട് പോകുന്ന സമയത്ത് അവിടെ വേഗം പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങാൻ കഴിയണം. അതുണ്ടാവില്ല. കാശില്ല ഒരാഴ്ച ഓസിക്കുക, ശരി കാശുണ്ടാക്കണം. അത് വെച്ചിട്ട് ആ അപ്പനമ്മയ്ക്ക് വാങ്ങിക്കണം. വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരാൾ നിന്റെ അപ്പനെ കൊണ്ട് കൊടുക്കുന്ന പറയരുത്. ഇല്ലാണ്ട് പേര് ഒരു നടക്കും തോട്ടം കൊടുക്കണം. ഒരു കൈ വാങ്ങിച്ചു വെച്ച് ചോദിക്കും, ഇത് എവിടുന്ന് കിട്ടിയതാ? അപ്പോൾ പറയണം, എൻ്റെ മക്കള് കൊണ്ടെത്തന്നാണെന്ന് പറഞ്ഞ് ഒന്നുകൂടെ കണ്ണീർ വേണം. കുഞ്ഞുങ്ങളെ ഞാൻ കരുതുക. സ്നേഹിതരെ, വിവാഹം കഴിച്ച ഭാര്യയെ കിട്ടി അവിടെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞ് മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചാൽ പലിശയില്ലാത്ത കടമാണ്. പലിശയില്ലാത്ത കടമാണ്. ഞാൻ സാധാരണ മനോരമ സപ്ലിമെന്റിൽ വന്ന ഒരു ഭാഗം എടുത്ത് പറയാറുണ്ട്. അമ്മ മരിച്ചുപോയി അപ്പൻ്റെ കൈ നിറയ്ക്കും. ചോറെല്ലാം മേശപ്പുറത്ത് താഴെ വീഴുന്നു. മരുമകൾക്ക് ഇഷ്ടമല്ല. കിടക്കമുറി കൊണ്ട് കൊടുത്തു. അവിടെ കൊണ്ടു കൊടുത്തപ്പോൾ കൈ നിറച്ച പാത്രം പൊട്ടിപ്പോയി. മരുമകൾ അത് പറയാവുന്നിടത്തോളം വിശാലാര്യം പറഞ്ഞു, അപ്പൻ എന്ത് ചെയ്യാനാ? ഭാര്യയില്ല, ഏകനായിട്ടിരിക്കുന്നു. രണ്ടുപേരും ആലോചിച്ചാൽ മരച്ചട്ടി ഉണ്ടാക്കി കൊടുക്കും. മരച്ചട്ടി പൊട്ടത്തില്ല ഒരിക്കലും. കുറച്ച് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അപ്പനും അമ്മയുടെ വെളിയിൽ ഇങ്ങനെ കസറിരിക്കുമ്പോൾ 4 വയസ്സുള്ളൊരു മോനെ ഈ ചെടിയുടെ തടിക്കഷ്ണം പറക്കുന്നത്. അപ്പൊ ചോദിച്ചു, എന്തിനാണ് നീ പറക്കുന്നേ? പപ്പായും അമ്മയും വയസ്സാകുമ്പോൾ ആഹാരം തരാൻ പാത്രം ഉണ്ടാക്കാൻ. അവിടെ ഇരുന്നവരെ കരഞ്ഞു. അപ്പനെ ഊണ് മേശയ്ക്ക് കൊണ്ടുവന്നു. സഹോദരി എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഒരിക്കലും അപമാനിക്കരുത്, നിന്ദിക്കരുത്. അവരുടെ കണ്ണുനീര് വീണാൽ നിന്റെ തലമുറ പലിശ കൂട്ടി നിനക്ക് തിരിച്ചു തരും. പലിശ കൂട്ടി തിരിച്ചു തരും. നടന്നു പോകുന്ന കാര്യം വിശ്വാസമാണെന്ന് പറഞ്ഞ് നടത്തുന്ന കാര്യമൊന്നുമില്ല. വിശ്വാസം എൻ്റേതാണ്, അപ്പനെന്തിനാണ് കാരണം മനോഭാവത്തിൽ നമ്മൾ വരണം. തത്വപ്രസംഗിക്കല്ലേ ജീവിച്ചാൽ പ്രസംഗിക്കുന്നത്. എന്നെ വീട്ടിൽ നിറയ്ക്കൊണ്ടത് പെന്തക്കോസ്തില്ല. അപ്പനില്ല, സഹോദരന്മാരില്ല. വീടും മടങ്ങി വരുമ്പോൾ എനിക്ക് കത്തയച്ചതുകൊണ്ട് പൈസ. എന്നാൽ എനിക്ക് 40 ദിവസം പ്രായമുള്ളപ്പോൾ അമ്മ മരിച്ചതാണ്. വിവാഹം പോലും കഴിക്കാതെ 7 പിള്ളേരെ വളർത്തിക്കൊണ്ട് തന്നെ അപ്പനെ നോക്കണമെന്ന് കടപ്പാടാണ്. വിശ്വാസം ഏർപ്പെടുത്താൻ സമ്മതിക്കുന്നില്ല. വളരെ ഒരു സഹോദരൻ വീട്ടിൽ അപ്പച്ചൻ വരുന്നു പറഞ്ഞാൽ അപ്പച്ചൻ്റെ കറുത്തകാലം എനിക്ക് ഇഷ്ടമാണ്. എനിക്കോ കാശില്ല എങ്കിലും ഒരു മുണ്ട് ഷർട്ടിലൂടെ ഒരു കറുത്തകാലം നേര് വാങ്ങിച്ച പെരടായി കൊടുത്തിരിക്കും. എന്തിനാണെന്നറിയാമോ? അപ്പനും എൻ്റേത്, വിശ്വാസം എൻ്റേത്. ചെറിയ പ്രസംഗിക്കുകയല്ല. അത് 25 രൂപ കൊണ്ട് ഏൽപ്പിച്ചത്. അറിയാവുന്നതൊക്കെ എവിടെ ഇരിപ്പുണ്ട്. എൻ്റെ വീട്ടിൽ താമസിച്ചാണ് അപ്പച്ചൻ മരിച്ചത്. ഇറക്കി വിട്ടെങ്കിൽ അമേരിക്ക തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, നീ വീട്ടിൽ വരുമെന്ന് പറഞ്ഞ്. അതിനുശേഷം 67 മുതൽ 72 വരെ എൻ്റെ കൂടെ താമസിച്ച അപ്പച്ചൻ മരിച്ചത്. ഈ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഫലം ഞാനിപ്പോൾ കൊയ്യുന്നു എൻ്റെ മക്കളിൽ നിന്ന്. തത്വപ്രസംഗിക്കല്ല. നീ ശ്രദ്ധിക്കുന്നവരെ, മാതാപിതാക്കന്മാരെ ഈ കണ്ണിൽ കുടിപ്പിക്കണമെങ്കിൽ നിന്ന് മാനസാന്തരപ്പെട്ട് അവരെ ചെയ്യേണ്ട ശുശ്രൂഷകൾ നീ ചെയ്തു കൊടുക്കുമെങ്കിൽ നിന്റെ മക്കളത് കാണട്ടെ. തട്ടുകൂടിയും വിഷമിക്കരുത്. മക്കളത് കാണട്ടെ. ഓടിച്ചു പോകട്ടെ. കടപ്പാടുകളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഓടിച്ച് ഞാൻ പറഞ്ഞു വിടാം. പിന്നെ ജോലിയെ കർത്താവ് സ്നേഹിച്ചത് അവർ വിശ്വാസമായതുകൊണ്ടാണ്. അല്ല, അവൻ പാപിയായിരുന്നപ്പോൾ
കാൽവറിയാതമായി തീർന്ന് ഒരു പാപനം ക്ഷമിച്ച് ദൈവനാക്കി തീർത്ത ആ ദൈവസ്നേഹം വളരെയല്ലത് വരട്ടെ. ആ സ്നേഹം വന്നാൽ ഭാര്യ സ്നേഹിപ്പാൻ വിഷമുണ്ടായിരിക്കത്തില്ല. മോളെ, അപ്പോഴൊരു വിശ്വാസിയായവനല്ല കർത്താവിനെ സ്നേഹിച്ചത്. നീ പാപിയായിരുന്നപ്പോൾ കാൽവരി തന്റെ ജീവൻ തന്ന് ചോര തന്നു വീണ്ടെടുത്ത യേശുവിന്റെ സ്നേഹം ഇതിനകത്തുണ്ടെങ്കിൽ കീഴ്പ്പെടാൻ എനിക്ക് മനസ്സുണ്ടായിരിക്കുകയില്ല. ട്രൂ മാരേജ് ഈസ് ലവ്. യഥാർത്ഥ സ്നേഹമാണ്. ആ സ്നേഹത്തിനകത്തെല്ലാം നിർത്തുവാനാണ് കഴിയും. സ്നേഹം പാപങ്ങളുടെ മുഖത്തെ മറയ്ക്കുമെന്ന വാക്യം വായിച്ചിട്ടുള്ള വാക്യം ഒരുപക്ഷെ മോന്റെ പ്രതീക്ഷിക്കും അങ്ങനെയെത്താനും ആ സ്നേഹമുണ്ടെങ്കിൽ കുഴപ്പമില്ല, നേരെയാക്കി കൊള്ളുവാൻ നിങ്ങൾക്ക് കഴിയും. ആ യേശുവിൻ്റെ സ്നേഹം രണ്ടുപേരും വേണം. ഒരൊറ്റ കാര്യം അദ്ദേഹം പറയുന്നുള്ളൂ, കീഴ്പ്പെടുക. സബ്മിഷൻ അതൊരു ഓർഡറാണ്, ഒരു വ്യവസ്ഥയാണ്, ഒരു കൽപ്പന. അതൊരു ഒഴിവൊഴി കാര്യത്തില്ല, ഒരു വ്യവസ്ഥയാണ്, ഒരു കൽപ്പന. ഇപ്പോൾ ഈ വിജുവായിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ ചത്തലിലൂടെ എല്ലാ പരിപാടി അവസാനിപ്പിക്കണം. ഇതുവാ അവിടെ അമ്മ വെളുപ്പിനൊക്കെ ആരൊക്കെ വിടണമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അമ്മ വെളുപ്പാക്കാലത്ത് എഴുന്നേറ്റ് പൊന്നുമോളെ എന്ന് വിളിച്ച് കാപ്പി കൊണ്ട് ഇവിടെ ഒന്നും അടക്കിയില്ല. വെളുപ്പിനെ എഴുന്നേൽപ്പിക്കണം, കാപ്പി ഇടിക്കണം, അവിടെ കൊണ്ടുകൊണ്ടുള്ളത് ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇവിടെ അതൊക്കെ സാധിച്ചിട്ടുണ്ട്. ആയിരുന്നു അതോട് വലിയ അകലമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇച്ചിരി വ്യത്യാസമുണ്ട്. വിഷമക്കണ്ട, മനസ്സിലായല്ലോ? എന്തോ മനസ്സിലായോ? ഒന്നും പേടിക്കണ്ട. ഇദ്ദേഹം സഹായിക്കും. ഭർത്താവ് എപ്പോഴും സഹായിക്കാൻ ശരിയോടെ കീഴ്പ്പെടുക. എൻ്റെ ഭർത്താവാണ്, അനുസരിക്കുക, ഒന്നിച്ചു നിൽക്കുക. ഇവിടെ അതിന് ചൂട് വ്യത്യാസമുണ്ട്. അതിനുള്ള ചൂടിൽ വ്യത്യാസമുണ്ട്. സെയിം ചൂടല്ലേ, കാലാവസ്ഥ സേവനം വ്യത്യാസമുണ്ട്. എങ്കിലും ഇദ്ദേഹം നിങ്ങൾ തമ്മിൽ എത്ര പ്രാവശ്യം ഫോണിൽ സംസാരിച്ചെന്ന് എനിക്കറിയത്തില്ല, എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്കറിയത്തില്ല, ഒന്നും എനിക്കറിയത്തില്ല. എന്നാൽ ചുവന്നേരെ കാണാൻ പോകാൻ. അപ്പോൾ ബിച്ചു ഏത് സൈസാണ് മനസ്സിലാക്കാൻ ഒരാഴ്ച കൂടെ. ഏത് ഹോട്ട് ടെമ്പറാണോ, ഏത് ഹോട്ട് ടെമ്പറാണെന്ന് അറിയാമല്ലോ. പെട്ടെന്ന് ചൂടെടുക്കുന്ന സൈസാണോ എന്നൊക്കെ കാണും. അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഭർത്താവിനെ ചൂട് പിടിക്കുന്നത്. ആ ചൂടിൻ്റെ അവസ്ഥ വരുമ്പോൾ പതുക്കെ അടുക്കളയോട് പോകും. കാര്യം അച്ഛനായാലും മറ്റേനും അടുക്കള കാപ്പി വെക്കാനെത്തി അവസാനം കുറച്ചിട്ട് കൺഷുറുണ്ട്. അതുകൊണ്ട് പതുക്കെ കൊണ്ട് ചിരിച്ചു കൊടുക്കാൻ പ്രശ്നം വരും. ഞാനങ്ങനെ എല്ലാവർക്കും ഞാനിങ്ങനെ ഇതിന് ഇത്രയും മുമ്പ് വന്നതാണ്. ഞാനിന്ന് പതുക്കെ ആഗ്രഹം കീഴ്പ്പെടുക്കുക. പിന്നെ ഇത് ഞാൻ കണക്കോളം ചൂട് കാണും, നല്ല ചൂട് കാണും. പക്ഷേ ചൂട് പിടിപ്പിക്കാത്ത പച്ചരി ചൂട് പിടിക്കുന്ന ലക്ഷണം കാണുമ്പോൾ ജീവനീവാക്കുന്നത് ആയിരം നിമിഷമൊക്കെ നൽകി ഇതൊക്കെ അറിയുമല്ല. നേരായിരിക്കും. ഇതിന് മറ്റു മാർഗ്ഗമില്ല. അഡ്ജസ്റ്റ് ചെയ്യാതെ കുടുംബം ഇതൊന്നും നടക്കത്തില്ല. രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നടക്കില്ല. എന്താ ഒരു മാർഗമുണ്ട്. നിങ്ങളെ യോജിപ്പിക്കാൻ ഞാനല്ല, എൻ്റെ അനുഗ്രഹനായ കർത്താവ്. കുടുംബ പ്രാർത്ഥന കാണുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ രണ്ടുപേരുടെ കണ്ണിൽ നടന്നിട്ട് കിടക്കണം. കൈകോർത്ത് പഠിക്കണം. ഇത് രണ്ടുപേരും പ്രാർത്ഥിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യോജിപ്പിച്ചാൽ കർത്താവിനോട് തുറന്നു പ്രാർത്ഥനകൾക്ക് ദൈവം സ്വർഗത്തിലുണ്ട്. സൊല്യൂഷൻ തരുവാൻ, പരിഹാരം തരുവാൻ നിങ്ങൾ കർത്താവ് അധ്യായവനാകെ ആ കർത്താവിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടു അവസാനങ്ങൾ നിലനിർത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസിക്കും. അവർക്ക് അനുഭവം പ്രാർത്ഥിക്കാൻ പോയി കിടക്കരുത്. പിന്നെ ദൈവം മക്കളെയൊക്കെ തരും. നേഴ്സ് ജോലിക്ക് പോകും, ഭർത്താവ് വീട്ടിലായിരിക്കും ഭാവിയിൽ. അപ്പോൾ കുടുംബ പ്രാർത്ഥന മുടക്കരുത്. കുഞ്ഞുങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം, തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കണം. എല്ലാം കുടുംബം ശരിയായിട്ട് ജീവിക്കണം. മാത്രമല്ല വളരെ സൂക്ഷ്മതയുടെ ജീവൻ മരിച്ച് നടന്നു പോകുന്നത് അവസാനത്തോട് നിലനിർത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. വാക്കുകളുടെ അവസാനിപ്പിക്കാം. ഒരു മണവാട്ടിയിരിക്കുന്നത് കാണുവാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ വളരെ കർത്താവ് സഭയാവുന്ന മണവാട്ടിയെ എഴുതിയെടുക്കാൻ തരുന്നു. സമയം അറിയത്തില്ല.
എൻ്റെ ഹൃദയത്തിൻ്റെ കൊതി എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്തവെന്ന് വന്നാൽ മതിയായിരുന്നു. ഓരോ സ്വയം വിട്ടുവീഴ്ച ക്രിസ്തുവിനോട് ഇരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടമല്ല. ദൈവത്തെ സേവിക്കുന്ന ദൈവങ്ങളുടെ അകത്തുള്ള സന്തോഷം അതാണ്. യേശുവിന് വന്നിരുന്നെങ്കിൽ ഭാരം നിറഞ്ഞ, രോഗം നിറഞ്ഞ, നിരാശ നിറഞ്ഞ, നെടുവീർപ്പിറങ്ങിയ ലോകത്തിൽ വിട്ടുപിരിഞ്ഞ് അരുമാനാഥൻ്റെ അടുത്ത് ചെല്ലുവാനുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശയുടെ ദൈവങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രത്യാശയില്ലാത്ത ആരെങ്കിലും വന്നിരിക്കുന്നെങ്കിൽ കാലുറിയിൽ രണ്ട് കടന്മാരുടെ മധ്യത്തിൽ മൂന്നാണികളെ തൂങ്ങിക്കിടന്നുകൊണ്ട് ശകലം നിവൃത്തിയായെന്ന് പറഞ്ഞ് പ്രാണന് വിട്ട അരുമനാഥനായ യേശു നിങ്ങളുടെ അടുത്ത് നിൽപ്പുണ്ട്. പുറമെ കണ്ണോട് നനച്ച് വിശ്വാസം കണ്ണുകൊണ്ട് നിങ്ങൾക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുവാനായിട്ട് കഴിയും. ആ യേശുവിന്റെ പറ നീ മാത്രം മതി, നീ മാത്രം മതി. ഈ വാശുഷയ്ക്ക് വന്ന സമയം കൂടിപ്പോയെന്ന് വരാം, ഭക്ഷണം മോശമായെന്ന് വരാം. എങ്കിലും നീ യേശുവായിട്ട് ഇറങ്ങി പോകുമെങ്കിൽ സ്വർഗം സന്തോഷിക്കും, ഞങ്ങൾക്ക് സന്തോഷമാണ്. ഏത് ശുശ്രൂഷയ്ക്ക് പോയാലും ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഞാൻ പോകുന്നത്. എൻ്റെ കൊതി ഞാൻ പറഞ്ഞാൽ ഒരു വ്യക്തി എൻ്റെ കർത്താവിനെ കണ്ടുകൊണ്ടു അത് സന്തോഷമാണ്. സ്നേഹിതരെ, യേശുവിനെ കൂടെ ഇറങ്ങിപ്പോയത് കുഞ്ഞുങ്ങളെ എന്നെ നിങ്ങൾ കണ്ടെന്ന് വരും, നീ കണ്ടില്ലെന്ന് വരും. എങ്കിലും നിങ്ങളെ യോജിപ്പിക്കുന്ന നിങ്ങളുടെ കർത്താവ് നിങ്ങളോട് കൂടെ എല്ലാ സാഹചര്യങ്ങളും ആശ്വസിച്ച് സമാധാനപ്പെടുത്തി ധൈര്യപ്പെടുത്തി വഴി നടത്തുക എന്നുള്ള ആശംസ പ്രാർത്ഥനയോട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓരോ നിമിഷം എല്ലാവരും തലയൊന്ന് അടയ്ക്കാറ്, എല്ലാവരും തലയൊന്ന് അടയ്ക്കാട്ട്. ഇതുവരെ യേശുവുമായി ബന്ധപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നോട് പറ, കർത്താവേ എനിക്ക് നീ മാത്രം മതി. ഭാരതത്തിന് ചുമട് ചുമന്ന നാളുകളായി ജീവിക്കുന്നെങ്കിൽ ഇന്നോട് പറ, എനിക്ക് യേശു മാത്രം മതി എന്ന് പറഞ്ഞ് ചുവടൊന്ന് ഇറക്കി വെച്ചാൽ ആ ഭാരം ഇല്ലാതെ എനിക്ക് വീട്ടിൽ പോകാനായിട്ട് കഴിയും. തകർന്നുമായിട്ട് വന്നിരിക്കുന്നെങ്കിൽ അവരോട് പറ, എനിക്ക് യേശു മാത്രം മതിയെന്ന്. അങ്ങനെ പറയാൻ ഇടയായി തീരുമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് ഗുണവിനത്തെ ഒന്നിച്ച് ചേർത്ത് ഏകമായ മലയാളത്തോടെ കർത്താവ് ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് യേശു മാത്രം മതി എന്ന് പറയുന്നു. എല്ലാവരും കരവർത്ത് പിടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ കൈകളെ പറഞ്ഞ് കരവർത്ത് പിടിച്ചുകൊണ്ട് ആ കോറസ് പറഞ്ഞത് പാടാം. നീ മാത്രം മതി എന്ന കോറസ് പാടാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി യഹോവ ഈരേ ദാതാവാം ദൈവം, നീ മാത്രം മതി യഹോവ രാഫ സത്യദായകൻ, തന്നാടിപ്പിണരാൽ സൗഖ്യം യഹോവ ശമ്മാ കൂടെയിരിക്കും നൽകുവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി നമുക്ക് പ്രാർത്ഥിക്കാം. സർവകുടുംബത്തിനും കാരണമായ പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ സന്നിധിയിൽ ഒരു കുടുംബം കൂടെ ഇന്ന് സ്ഥാപിക്കപ്പെടുവാൻ പോകുന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ, അവിടുത്തെ അഭിഷക്തദാസനിലൂടെ വിലപ്പെട്ട ആലോചനകളെ ഞങ്ങൾക്ക് ലഭിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
അങ്ങയുടെ അദൃശ്യമായ കരം തന്നെ നിന്റെ കുഞ്ഞുങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് അവരുടെ കുടുംബജീവിതത്തിന് അടിസ്ഥാനമിട്ട് അവിടുന്ന് അവരെ അനുഗ്രഹിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്രത്തോളം ശുശ്രൂഷകളെ അനുഗ്രഹിച്ച ദൈവം തുടർന്നും ആവശ്യമായ കൃപകളെ ഉയരത്തിൽ നിന്ന് പകർന്ന് കർത്താവിന്റെ മഹത്വമെടുക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിൽ നിന്റെ കൃപകളെ പകർന്നാട്ടെ. എല്ലാം അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. അന്ന് ചോദിക്കുന്ന കണ്ണുള്ളവനായി സകല ഹൃദയങ്ങളുടെ സ്ഥലത്തുണ്ടാകെ ബിജുവിൻ ഓർമ്മ ചോദിക്കുന്ന സമയത്ത് വിജയ് ബേബി എന്നിവരുമായി വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായ ന്യായമായിട്ടുള്ള കാര്യത്തിൽ ദൈവത്തിനുണ്ട്. അഗ്നിജ്വാലിക്കുന്ന കണ്ണുള്ളവനായി സകല ഹൃദയങ്ങളുടെ സ്ഥലത്തുണ്ടാകെ വിജയ് ബേബിയുടെ ചോദ്യം വയ്ക്കുന്ന ബിജുവിൻ്റെ വിവാഹമായി വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായി ന്യായമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിനുണ്ട്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ വിജയുടെ ചോദ്യത്തിന് സമർപ്പിച്ച് നൽകുകയും വാദം വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിന് പ്രകാരം നിന്റെ ഭാര്യ അനുസരിച്ച് മനസ്സുണ്ട്. ഇവിടെ സ്നേഹിച്ച് പോച്ചു പുലർത്തി ബഹുമാനിച്ച് മടന്ന് വേർതിരിക്കുമ്പോഴേയും ഇവരോട് മാത്രം ചേർന്നിരിക്കുവാൻ തീരുമാനിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിജയോടെ ചോദിക്കുന്ന ബീച്ച് എന്ന വാദിനെ വാദിന് വിശുദ്ധ അവസ്ഥ ദൈവത്തിന് പ്രകാരം നിന്റെ ഭർത്താവായി ചോദിക്കാൻ നിനക്ക് മനസ്സുണ്ട്. നിന്റെ കീഴ്പ്പെട്ട് അനുസരിച്ച് ബഹുമാനിച്ച് മരണം വേർതിരിക്കും വരെയും ഇവരുടെ മാത്രം ചേർന്നിരിക്കുവാൻ തീരുമാനിക്കുന്നു. കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, നിന്നടി കാനാവിൽ മണി പന്തൽ പന്തലങ്കരിച്ചു, നിന്നടി കാനാവിൽ മണി പന്തൽ പന്തലങ്കരിച്ചു, അന്നുരസവിയുണ്ടാക്കി എന്ന പോലെ നേരം വന്നു, അന്നുരസവിയുണ്ടാക്കി എന്ന പോലെ നേരം വന്നു, ഇന്നി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമാ, നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമാ, കല്യമോദം ചേർന്നു സുഖിച്ചൽവേടി നേടുവാനും, കല്യമോദം ചേർന്നു സുഖിച്ചൽവേടി നേടുവാനും, ഇന്നി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ. 10 ദിവസം 16 എഴുന്നേറ്റെന്ന് പറഞ്ഞോട് ഇതിനൊക്കെ കൈയോടെ ദേവദാസന്മാർ എഴുതിയിട്ട് കൈ കൊടുത്ത് കൈ കൊടുത്ത് ഞാൻ പറയുന്നത് ഏറ്റു പറയണം. ബിജുവാകുന്ന ഞാൻ വിജയാകുന്ന നിന്നെ ഇന്ന് മുതൽ എൻ്റെ ഭാര്യ അനുസരിച്ചുകൊള്ളുന്നു. മരണം നമ്മെ വേർതിരിക്കും വരെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും സുഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും നന്മയിലും തിന്മയിലും മാനത്തിലും അപമാനത്തിലും ലോകത്തിൽ എനിക്ക് ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം ഞാൻ നിന്നെ സ്നേഹിക്കുകയും പോസ്റ്റ് പുലർത്തുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊള്ളാമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സഭാ മുൻപാകെ നിന്നോട് ഉഭയശബ്ദം ചെയ്തുകൊള്ളുന്നു. വിജയാകുന്ന ഞാൻ വിജുവാകുന്ന അങ്ങയെ എന്നു മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. മരണം നമ്മെ വേർതിരിക്കും വരെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും സുഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും നന്മയിലും തിന്മയിലും
മാനത്തിലും അപമാനത്തിലും ലോകത്തിൽ എനിക്ക് ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം ഞാൻ അങ്ങേക്ക് കീഴ്പ്പെടുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊള്ളാവുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സഭാമുണ്ടാകെ അങ്ങയോട് ഉപസമ്മതം ചെയ്തുകൊള്ളുന്നു. സാക്ഷി നിൽക്കും ആശീർവാദം നേടിയിടട്ടെ. ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണയും മനസ്സുള്ള ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് നിന്റെ കുഞ്ഞോട് സമയത്തിന്മേൽ നിമുദ്ര വച്ചുകൊടുത്തിരുന്ന നാമത്തിനോട് സ്തോത്രം. അവർ അവസാനത്തോട് വിശ്വസ്തരായി ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപ നീ അവർക്ക് നൽകുമാറാകണമേ. അവരുടെ കുടുംബത്തിന് നായകനായ കർത്താവ് ഇരിക്കണമേ. ഓളങ്ങളും പ്രശ്നങ്ങളും നിരാശകളും നേരിടുമ്പോൾ നീ അവരെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിച്ച് ഈ മരുഭൂമി വഴി നടത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമ ഭർത്താവിനും ഒരു ഉത്തമ ഭാര്യയ്ക്കും ആവശ്യമായിരിക്കുന്ന എല്ലാ വിധമായ ഗുണങ്ങളാൽ അറിയപ്പെട്ടവരായി ചെന്നുകയറുന്ന ഈ ഭവനങ്ങൾക്കും സഭകൾക്കും ദൈവരാജ്യത്തിനും ഒരുപോലെ മഹത്വമാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിശ്വാസകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ നാമത്തെ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. കൈവിട്ട കുഞ്ഞുങ്ങളെ ബാക്കി എല്ലാവർക്കും ഇരിക്കാം. നിയോഗിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ മുൻപോട്ടൊന്ന് വായിക്കും. 1 Corinthians 7 അധ്യായത്തിൽ 2 മുതൽ 5 വരെ വാക്യം വായിക്കണം. എഫേസ്യ ലേഖനം 5 അധ്യായത്തിൽ 22 മുതൽ 6 ഒന്നുകൂടെ ചേർത്ത് വായിക്കണം. കൊലോസ്യ ലേഖനം 3 അധ്യായം 18, 19, 20 വാക്യം വായിക്കണം. കാരണം 1 പത്രോസ് 3 അധ്യായം 1 മുതൽ 7 വാക്യം. ആദ്യം കൊരിന്ത്യർ ലേഖനത്തിൽ 7 അധ്യായം 2 മുതൽ 5 വരെയുള്ള വേദഭാഗം. എങ്കിലും ദുർനടന്ന നൃത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പരം സമത്വത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജീതത്തിൽ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് ഇരിക്കേണ്ടതിന് ചേർന്നു. 5 അധ്യായം 22 മുതൽ 32 വരെയും 6-1 വാക്യവും. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തടയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തടയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സഹനത്തിന് കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായവയൊന്നും ഇല്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവളും തന്നെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്നതുപോലെ അതിനെ പോറ്റിപ്പുലർത്തുകയത്രേ വേണ്ടത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്.
ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. ഭാര്യമാരെ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതം കീഴടങ്ങിയിരിപ്പൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പൻ, അവരോട് കയ്പായിരിക്കണം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അങ്ങനെ ദൈവസ്ഥതയിൽ വിലയേറിയതാകുന്നു. എങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവരുടെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിനും വിവേകത്തോട് ഭാര്യമാരോട് വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുകയും. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 8 വാക്യങ്ങൾ വായിക്കണം. പരീക്ഷന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഏത് കാരണത്തിൽ ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതവും എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദ്യം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്ന്. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളിച്ചെയ്തെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർതിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അവരോട് എന്നാൽ ഉപേക്ഷപത്രം കൊടുത്തിട്ടുള്ള ഉപേക്ഷിക്കാൻ മോശം കൽപ്പിച്ചെന്ന് ചോദിച്ചു. അവൻ അവരോട് നിങ്ങളുടെ ഹൃദയക്കാടിന് നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കാൻ മോശം അനുവദിച്ചത്, ആദ്യം അങ്ങനെയല്ലായിരുന്നു. വിജയ് ജോർജ് എന്ന യുവാവും വിജയ് ദേവി എന്ന യുവതിയും വിശുദ്ധ വിവാഹത്തിൽ പരസ്പരം സംബന്ധിച്ച് അതായത് ദൈവത്തിൻ്റെ സഭയുമായ സാക്ഷ്യപ്പെടുന്നവരെ സംബന്ധിച്ചിരിക്കുകയാണ്. അവർ ഇന്നു മുതൽ ഭർത്താവും ഭാര്യയായിരുന്ന വാർത്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സഭ മുൻപാകെ ഞാൻ പ്രസിദ്ധം ചെയ്തുകൊള്ളുന്നു. അവർ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. കൈവട്ടവനുകളെ 128-ാം സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒഴിവുതകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിൽ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ദേവദാസനോട് പ്രാർത്ഥിക്കാം. ആകാശം പോലും എല്ലാവരും പറഞ്ഞാൽ എന്നോട് വീട്ടിൽ
വേണ്ടിയാണ് നമുക്ക് ഒന്നിച്ച് കുടുംബത്തെ അനുഗ്രഹിക്കാം. എല്ലാവരുടെയും സഹോദരന്മാരുടെ സഹോദരന്മാരുടെ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം ഒരു പുതിയ കുടുംബം കൂടെ മുട്ടുകുത്തുവാൻ തിരുവേലി അവസരം നൽകിയതിനായി സ്തോത്രം. ഏതൻ മുഖാവനത്തിൽ ആദ്യ മാതാപിതാക്കന്മാരെ യോജിക്കും തലമുറയായി വിശുദ്ധ കുടുംബങ്ങളെ നിലനിർത്തുന്ന കർത്താവേ, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമായിരിക്കുമെന്നും ഞാൻ എന്റെ കുടുംബവും ഞങ്ങളുടെ ഹോമയെ സേവിക്കുമെന്നും കപ്രദഹോമിലെ ഭവനത്തിലെ വായിക്കുന്ന പോലെ നിന്റെ കുഞ്ഞുങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് ജീവിത പ്രമാണങ്ങൾ തുടരുവാൻ ഇവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ പോലെ അനുഗ്രഹിക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിത് എന്നെഴുതിയിരിക്കുന്ന പോലെ ഒരു പുതിയ ഗൃഹം പണിയുവാൻ തുടങ്ങുന്ന ഇവരെ അബ്രഹാമിനെയും സാറയെയും ഇസഹാക്കിനെയും ബേക്കയെയും റാഹേലിനെയും ബോവസിനെയും രോത്തിനെയും അക്കുലാവിനെയും ക്രിസ്റ്റിനെയും അനുഗ്രഹിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്താൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർ പ്രസിദ്ധരായി തീരുന്നതോടൊപ്പം ഇതാ ഞാൻ കർത്താവ് എനിക്ക് തന്ന മക്കളുമെന്ന് പറഞ്ഞ് വാസ്തവമായി ആത്മീകവും ഭൗമികമായ തലമുറകളോടുകൂടെ നിന്റെ സന്നിധി നിൽക്കാൻ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൂക്ഷിപ്പാൻ നിന്റെ വൃത്തിന്റെ പ്രത്യേക അധികാരം നൽകിയതിനായി സ്തോത്രം. ഇതിൽ സംബന്ധിച്ചിരിക്കുന്ന സകല വ്യക്തി ജീവിതത്തിലും ആത്മപടവാളനായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഇടയാക്കി തീർക്കണമേ. കർത്താവായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കുവാറാകണമേ. എല്ലാവർക്കും Matthew, Tatanung Sabat Bino, go ahead and learn. What do you know? Nature, come on, relax. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽ സമയം പൊതുജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ബ്രദർ ബിജു, സിസ്റ്റർ ബിജി, ഇവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബിജിയുടെ സഭയിൽ ഞങ്ങൾ 9 വർഷക്കാലമായി ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾ ആ സഭയിൽ വരുമ്പോൾ ബിജി 9ാം സ്റ്റാൻഡേർഡ് പഠിക്കുകയായിരുന്നു. ദൈവനാമത്തിന് മഹത്വം എന്ന വാഴ്ത്തിയ ആ പൈതലിന് ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭർത്താവിന് ദൈവം നൽകിയതുകൊണ്ട് സ്തോത്രം. ദൈവം ഇവർ രണ്ടുപേരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും ചാത്തന്നൂർ ശാരദ പേരിലും അവിടുത്തെ CMന്റെ പേരിലുമുള്ള എല്ലാവിധ ആശംസകളും ചെയ്യുന്നു. അവിടെ കുടുംബത്തിലേക്ക് വെച്ചിരിക്കുന്ന ബിജു എന്നവർക്ക് നമ്മുടെ സഭയുടെ നന്നായ അവരുടെ എല്ലാവിധ ആശംസകളും നേർന്നും കൊള്ളുന്നു. അതുപോലെ ഞങ്ങളുടെ മണകാല സഭയിൽ നിന്ന് കടന്നതായ ദേഹദാസന്മാരെ, വിവിധ സഭയിൽ നിന്ന് ദേഹന്മാരെ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ സഭയിലെ ആക്റ്റീവായിട്ട് വെച്ചിരിക്കുന്ന ബിജു ഞങ്ങളുടെ സഭയിലെ അനുഗ്രഹപ്പെട്ട പൈതലായിരുന്നു. അവർ സീമിനായാലും സ്കൂളിൻ്റെതിനായാലും എല്ലാ ആക്റ്റീവായ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കുകയും അതിന് വേണ്ടുന്നതായ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നതായ വേഗങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അവർക്ക് ഞങ്ങളുടെ സ്ഥാപന സഭയുടേതായ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ രാത്രി നടത്തുന്നതായ പ്രിയപ്പെട്ടവർക്കും വിധിക്കും ഞങ്ങളുടെ സ്ഥാപന സഭയുടേതായ ആശംസകൾ നേർന്നു. ഞങ്ങളുടെ സഭയിൽ അംഗമായി അവർക്ക് എല്ലാവിധ ആശംസകളും ചേർന്ന് കൊള്ളുന്നു. അതുപോലെ കടന്നുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മണകാലിൽ നിറങ്ങുന്നതായ ചേട്ടന്മാരെ എല്ലാവർക്കും സഭയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളുടെ ക്രമീകരണമുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും റിസപ്ഷൻ കാര്യങ്ങളോട് ക്ഷമയോടെ ഇരിക്കണമെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷ നിർവഹിച്ച കർത്താവ് ശങ്ങളുടെ ക്ഷണപ്രകാരം അത് വന്ന് ശുശ്രൂഷ നിർവഹിച്ച കർത്താവ് ദാസൻ കുടുംബത്തിന് ആയുസഭയുടെയും ഈ കുടുംബത്തിൽ ബിജുവിൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി രേഖപ്പെടുന്നു. ക്ഷണപ്രകാരം കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും ആയുസഭയുടെ നന്ദി രേഖപ്പെടുത്തി വചന ശുശ്രൂഷ മാത്യു സാർ, സെൻട്രൽ ചുമതല വഹിക്കുന്ന PG ജേക്കബ് സാർ, പ്രിയ TG ജോർജാൻ, എല്ലാവർക്കും മറ്റെല്ലാ ദൈവദാസന്മാർ ഇത് ഭാഗത്ത് വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്ന ദൈവമായ കർത്താവ് അമേരിക്കയിലേക്ക് ആദ്യം അതുവിൻ്റെ കൂടെ വന്ന ഇരുന്ന ശേഷമേ വാരിൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ടത് ഇരിക്കാവും. എല്ലാവർക്കും സ്ഥല സൗകര്യങ്ങളുണ്ട്. എന്നാൽ ആദ്യം മണവാട്ടിയുടെ കൂടെ വന്നവരെയാണ്
അവരിരുന്ന ശേഷമേ മറ്റുള്ള ഇരിക്കാവും. ഭക്തദാസന്മാർക്കും അതിനോടുകൂടെ ഇരിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ റിസപ്ഷൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് ഒരു വിശുദ്ധ സന്ധിയിൽ കൂടി വരുവാൻ ഞങ്ങളുടെ വർഷത്തെ കുഞ്ഞുങ്ങളുടെ വാസത്തിൽ സംബന്ധിച്ച് കർത്താവെ ഞങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കുവാനും നിന്റെ മാറ്റമില്ലാതെ പറഞ്ഞെങ്കിൽ ശ്രദ്ധിപ്പാനും കർത്താവ് ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി നല്ല ഉപകാരങ്ങൾക്കായി സ്തോത്രം. ശുശ്രൂഷകളുടെ പെരുമാറ്റം ഇടപെടപ്പെട്ട പ്രതിമാരെ കർത്താവിനെ ഉപയോഗിച്ചത് ശിഷ്യാനെന്ന മകന്മാരുടെ സമാധാനത്തിലൂടെ കുടുംബങ്ങളെ പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബം ഏറ്റവും ധന്യമായിട്ടുള്ള കർത്താവ് സഹായിക്കണം. ഈ ഭവനങ്ങൾക്കായി സഭകൾക്കായി സ്തോത്രം. തുടർന്ന് ഞങ്ങൾ കർത്താവെ സർക്കാർ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നു. ആ സമയത്ത് കർത്താവിന്റെ സാന്നിധ്യം അനുഗ്രഹിക്കണം. എല്ലാ നന്മകൾക്കായി സ്തോത്രം. സമസ്ത വിഷയം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയായി രക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരപ്പെടുമാറാകണമേ. ഇപ്പോഴത്തേക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, ഈ കുടുംബത്തിൻ്റെ കേന്ദ്രമേ, സന്തോഷം നിറഞ്ഞൊരു ജീവിതം തന്ന കൃപയ്ക്കായി വന്ദനം. സ്വർഗസ്ഥനായ പിതാവേ, ഈ കുടുംബത്തിൻ്റെ കേന്ദ്രമേ, സന്തോഷം നിറഞ്ഞൊരു ജീവിതം തന്ന കൃപയ്ക്കായി വന്ദനം. ആയിരം പൊന്നാണയം അവയിലും വിലയേറും നിൻ തിരുവചനമേകി ഞങ്ങളെ വഴി നടത്തി. ആഹാരം നൽകുന്നു നീ, വസ്ത്രവും പാർപ്പിടവും നിന്റെ മഹാധനത്തിൽ നിന്നും ആവശ്യങ്ങളൊക്കെയും. സ്വർഗസ്ഥനായ പിതാവേ, ഈ കുടുംബത്തിൻ്റെ കേന്ദ്രമേ, സന്തോഷം നിറഞ്ഞൊരു ജീവിതം തന്ന കൃപയ്ക്കായി വന്ദനം. രോഗത്തിൽ സൗഖ്യമേകി ഭാരങ്ങൾ വഹിച്ചിടുന്നു, കരുണയോടേകിടുന്നു യാചനകൾ സർവവും. എന്നും നിന്നാത്മാവിനാ ശക്തി നീ പകരേണമേ, നിന്റെ നൽ സാക്ഷികളാ ഈ ഭൂവിൽ പ്രശോഭിക്കുവാൻ. സ്വർഗസ്ഥനായ പിതാവേ, ഈ കുടുംബത്തിൻ്റെ കേന്ദ്രമേ, സന്തോഷം നിറഞ്ഞൊരു ജീവിതം തന്ന കൃപയ്ക്കായി വന്ദനം. സ്വർഗസ്ഥനായ പിതാവേ, ഈ കുടുംബത്തിൻ്റെ കേന്ദ്രമേ, സന്തോഷം
സന്തോഷം നിറഞ്ഞൊരു ജീവിതം തന്ന കൃപയ്ക്കായി വന്ദനം. ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോടെന്നു ചേർന്നിടും, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. വിശുദ്ധ സംഘക്കാർ, അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനായി, കാത്തുപാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനായി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി, ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. ദൂതർ സംഘം ഹല്ലേലൂയ പാടിയാർക്കുന്നു, ദൂതർ സംഘം ഹല്ലേലൂയ പാടിയാർക്കുന്നു. വിശ്രമം കൂടാതെ ഖർബിസാഫികളിതാ, വിശ്രമം കൂടാതെ ഖർബിസാഫികളിതാ ഗീതമോദമോടിന്ന് വാഴ്ത്തിടുന്നു പരനെ, ഗീതമോദമോടിന്ന് വാഴ്ത്തിടുന്നു പരനെ. പോകാം നമുക്ക് സിയോൻ പുരിയിൽ, പോകാം നമുക്ക് സിയോൻ പുരിയിൽ. തുല്യമില്ലാ തേജസ്സിൽ വിളങ്ങിടും സ്വർണ്ണ, തുല്യമില്ലാ തേജസ്സിൽ വിളങ്ങിടും സ്വർണ്ണ. പട്ടണക്കാരായവരെ എന്നു കണ്ടിടും, പട്ടണക്കാരായവരെ എന്നു കണ്ടിടും. മുത്തുഗോപുരങ്ങളാൽ ശോഭന തെരുക്കളെ, മുത്തുഗോപുരങ്ങളാൽ ശോഭന തെരുക്കളെ കാണുന്നുണ്ടതിൽ പ്രഭാപുരത്തെ, കാണുന്നുണ്ടതിൽ പ്രഭാപുരത്തെ. അന്ധതയകന്നാനന്ദ നിത്യരാജ്യമേ, അന്ധതയകന്നാനന്ദ നിത്യരാജ്യമേ. ഇഹേ അന്ധകാര സിന്ധുവിലുഴന്നിടും നിങ്ങൾ, ഇഹേ അന്ധകാര സിന്ധുവിലുഴന്നിടും നിങ്ങൾ. എന്നയച്ചിടും തവ നിധിയിൻ കതിരോനെ, എന്നയച്ചിടും തവ നിധിയിൻ കതിരോനെ. താമസിക്ക
നന്മസാരമാം പ്രകാശമേ. ദൈവമേ എൻ ദൈവമേ അനന്ത നന്മസാരമാം പ്രകാശമേ. ദൈവമേ എൻ ദൈവമേ അനന്ത നന്മരൂപനായി വസിച്ചിടേണമേ. എൻ മനസ്സു നീട്ടിടുന്ന നൊമ്പരങ്ങളിൽ എന്റെ ആത്മനോവിക്കാൻ വന്നിടേണമേ. ദൈവമേ എൻ ദൈവമേ അനന്ത നന്മസാരമാം പ്രകാശമേ. ഹൃദയങ്ങളിൽ ദുരിതങ്ങളിൽ എന്നെന്നും സ്നേഹമായി മാറിടേണമേ. എന്നുമെൻ സൗഖ്യമായി വന്നിടേണമേ. ദൈവമേ എൻ ദൈവമേ അനന്ത നന്മസാരമാം പ്രകാശമേ. ദൈവമേ എൻ ദൈവമേ അനന്ത നന്മസാരമാം പ്രകാശമേ. ദൈവമേ എൻ ദൈവമേ അനന്ത നന്മരൂപനായി വസിച്ചിടേണമേ. എൻ മനസ്സു നീട്ടിടുന്ന നൊമ്പരങ്ങളിൽ എന്റെ ആത്മനോവ് നീക്കാൻ വന്നിടേണമേ. രോഗങ്ങളിൽ പാപങ്ങളിൽ എന്നുമെൻ രക്ഷകനായി വന്നിടേണമേ. എന്നുമെൻ മോചകനായി നിന്നിടേണമേ. ദൈവമേ എൻ ദൈവമേ അനന്ത നന്മസാരമാം പ്രകാശമേ. ദൈവമേ എൻ ദൈവമേ അനന്ത നന്മസാരമാം പ്രകാശമേ. ദൈവമേ എൻ ദൈവമേ അനന്ത നന്മരൂപനായി വസിച്ചിടേണമേ. എൻ മനസ്സു നീട്ടിടുന്ന നൊമ്പരങ്ങളിൽ എന്റെ ആത്മനോവ് നീക്കാൻ വന്നിടേണമേ. ദൈവമേ എൻ ദൈവമേ അനന്ത നന്മസാരമാം പ്രകാശമേ. പ്രകാശമേ. എന്നിടയൻ എന്റെ നാഥൻ
വെണ്ണിലാവായി വിണ്ണിൽ നിന്നും ഇരുളിൽ എന്നെ തഴുകി വന്നു. വെണ്ണിലാവായി വിണ്ണിൽ നിന്നും അരികിൽ വന്നു മഞ്ഞളപ്പോൾ ഹൃദയനാഥൻ സ്നേഹമായി കുളിരണിഞ്ഞു ഹൃദയവും. സ്നേഹമേ എന്നെ തേടി തേടി വന്ന എന്നിടയൻ എൻ്റെ നാഥൻ എന്നെ നേടി സ്വന്തമായി. സ്നേഹമേ മൃദുലമായൻ മുറിവിലങ്ങേ സ്നേഹതൈലം പകർന്നു നിന്നു. മൃദുലമായൻ മുറിവിലങ്ങേ സ്നേഹതൈലം പകർന്നു നിന്നു. വിജനമാമിൻ വീഥികളിൽ വചനമേകൂ സ്നേഹമേ. ജീവനേകൂ നാഥനേ. സ്നേഹമേ എന്നെ തേടി തേടി വന്ന എന്നിടയൻ എൻ്റെ നാഥൻ എന്നെ നേടി സ്വന്തമായി. സ്നേഹമേ എന്നെ തേടി തേടി വന്ന എന്നിടയൻ എൻ്റെ നാഥൻ എന്നെ നേടി സ്വന്തമായി. സ്നേഹമേ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സ്നേഹമേ
രക്ഷകനു തോന്നം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോൽ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോൽ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു തോന്നം ഇതുവരെ കരുതിയ രക്ഷകനു തോന്നം ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു എത്രത്തോളം ദൈവം എന്നെ നടത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി എത്രത്തോളം യഹോവ സഹായിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി എത്രത്തോളം യഹോവ സഹായിച്ചു ഹഗരിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ ഹഗരിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ എത്രത്തോളം യഹോവ സഹായിച്ചു മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇന്ന് പകൽക്കാലം പ്രിയ ബിജുവിന്റെ വിവാഹകാര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. ദൈവമായ കർത്താവ് എല്ലാം മംഗളകരമാക്കി നമുക്ക് ചെയ്തു തരികയുണ്ടായി. കാലാവസ്ഥകളൊക്കെ അനുകൂലമാക്കി തന്നു. കർത്താവിന്റെ ദാസന്മാരെ ദൈവം അയച്ചു. ആ വിരുന്നശാലയിലും ഒന്നും യാതൊരു പോരായ്മകൾ ഉണ്ടാകാതെ എല്ലാം മംഗളകരമാക്കി കർത്താവ് ചെയ്തു തരുവാനിടയായി. ചാത്തുനിന്ന് പ്രിയപ്പെട്ട തക്ക സമയത്ത് കടന്നു വരുവാനിടയായി. ആമേൻ ഒന്നിച്ച് ആമേൻ പ്രിയപ്പെട്ട ഒരു ദൈവദാസന്മാരുമായിട്ടൊക്കെ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുവാൻ ദൈവമായ കർത്താവ് സാവകാശം എല്ലാ നില അനുഗ്രഹത്തിന് കാരണമാകുവാൻ തുടർന്ന് പ്രാർത്ഥിച്ച് വിജയുടെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. അവിടെ ആയിരിക്കുന്ന നിമിഷങ്ങളിലൊക്കെ ദൈവത്തിന്റെ സഹായങ്ങൾ ഉണ്ടാകേണ്ടതിന് വരുന്ന ദിവസങ്ങളിലൊക്കെ മാതൃകാപരമായി ജീവിപ്പാൻ ആവശ്യമായിട്ടുള്ള ദൈവകൃപ അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകൾ ഒക്കെ ദൈവം കൊടുക്കുവാനും ആമേ പിന്നത്തെ അവരുടെ ഭൗതികമായിട്ടുള്ള ജോലി കാര്യങ്ങളിലൊക്കെ നന്മയുടെ വഴികളെല്ലാം ദൈവം തുറന്നു മാനിക്കപ്പെട്ടവരായി അവർ മുന്നേറുവാൻ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ കുറവില്ലാതെ നമ്മുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിപ്പാനും മാനിപ്പാനും യഹോവ ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയത്തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാർ കടന്നു വരുവാനിടയായി മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികളൊക്കെ കടന്നു വരുവാനിടയായി അവരുടെ സാന്നിധ്യത്തിൽ വീണ്ടും പ്രാർത്ഥിപ്പാനായി ദൈവം തന്ന അവസരം എല്ലാ അനുഗ്രഹത്തിന് കാരണമാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇപ്പോൾ പ്രാർത്ഥിച്ച ആസ്വാദം പറയും.
ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹപ്രദമായി നടത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇരുഭവനങ്ങളെ തമ്മിൽ കർത്താവ് ഒന്നാക്കി തീർത്ത കൃപയ്ക്കായിട്ട് മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ലെന്ന് കണ്ട് തക്ക തുണിയെ കൊടുത്ത കർത്താവ് ഈ വാത്സല്യ ഭവനത്തിലെ പ്രിയ ബിജുവിന് തക്കതായ ഒരു തുണി ഒരുക്കി കൊടുത്ത് അനുഗ്രഹിച്ച കൃപയെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ശുശ്രൂഷയെ നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. റിസപ്ഷൻ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സമാധാനത്തോടെ ഞങ്ങൾക്ക് ഭവനത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ മാതാപിതാക്കളോട് ദൈവദാസന്മാരോടും ചർച്ചക്കാരോടും മഹത്വപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കി തോർത്ത് നന്ദിയോടെ ഇന്ന് ഈ ഭവനത്തിൽ വന്നു കയറി ഈ മകള് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവളായി അവൾ കാൽ ചവിട്ടിയ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവേ, തിരുമുഖം ഇവിടെ മേൽ പ്രകാശിപ്പിക്കണമേ. യഹോവേ, തിരുക്കരം ഇവിടെ മേൽ വെച്ചവരെ അനുഗ്രഹിക്കണമേ. യഹോവാ, തിരുവുള്ളമുണ്ടായി അവർക്കെല്ലാം നന്മകളും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വരും ദിവസം സന്താനങ്ങളെ നൽകണമേ. ആത്മീയ ഭൗതികമായ നന്മകളെ നൽകണമേ. ഒന്നിനും കുറവില്ലാത്തവരായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ക്രിസ്തുയേശുവിൽ ശോഭിക്കപ്പെടുവാനെന്നോണം നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിത അന്ത്യം വരെയും നീ അവരുടെ അമരക്കാരനായിരുന്നു നീ അവരെ നടത്തിക്കൊള്ളേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ജോലിക്കായി കടന്നു എന്റെ മോനെ തക്ക സമയത്ത് വഴിയൊരുക്കി കൊടുക്കും. ഇവിടുത്തെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യം കൊടുത്ത് അവർക്ക് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുവാൻ സ്വർഗത്തിലെയും ഇവിടുത്തെ ഭാഗ്യത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. പെൺമക്കൾ 3 പേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എത്തിയയിലുള്ള പ്രിയപ്പെട്ട മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും നിന്റെ കൃപ കൊടുത്ത് നടത്തിയതായി നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. വിജയുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. സൗരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, മാതാപിതാക്കൾക്കായി സ്തുതിക്കുന്നു. എല്ലാവർക്കും ഇതിൽ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി. വിനോയഭാഷക്കായി സ്തോത്രന്റെ ദാസനെയും കുടുംബത്തെയും വളരെ അധ്വാനിപ്പാൻ ബലപ്പെടുത്തിയല്ലോ. കൊടുത്ത എല്ലാ കൃപയ്ക്കായി സ്തോത്രം ധാരാളമായി സഹായിച്ചാട്ടെ. സ്ഥലസഭയുടെ കർത്താവേ, സുഷയുടെ ദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെ അധ്വാനിച്ചല്ലോ നിന്റെ ദാസനെയും കുടുംബത്തെയും സ്വർഗം മാനിച്ചാട്ടെ. അപ്പ ഭാഷയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെയും തൊട്ടോളം നീ അനുഗ്രഹിച്ചതിനാ ഹല്ലേലൂയ. വീഡിയോഗ്രാഫേഴ്സിനായി പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം നന്നായി ചെയ്യുവാൻ കൃപ കൊടുത്തതിനായി സ്തോത്രം. ഗായക സംഘത്തെ നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ശുശ്രൂഷന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. വരികയും പോവുകയും ചെയ്ത് ജനത്തോട് കൂടെ അവിടുത്തെ ആലോചനയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെയും ഹല്ലേലൂയ പ്രതികൂലങ്ങൾ ഒഴിവാക്കി ഞങ്ങളെ അവിടെ ഇവിടങ്ങളായി എല്ലാം കാത്തുസൂക്ഷിച്ച ദൈവത്തിന് സ്തോത്രം. ഇനി കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഞങ്ങളുടെ ജോലി പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് തുറന്ന് ഞങ്ങളെ അന്ത്യവരെയും വഴി നടത്തണമേ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടെ അപ്പന്റെ കരങ്ങളിൽ തരുന്നു. നീ അവരുടെ അമരക്കാരനായിരുന്ന അവരെ അന്ത്യത്തോളം നടത്തിക്കൊള്ളു. എല്ലാറ്റിന്റെയും മഹത്വവും മാനവും സ്തുതിയും ബഹുമാനവും കർത്താതി കർത്തനാണ്. ഇനി നീ ഞങ്ങളെ അത്ഭുതമായി വഴി നടത്തും. ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുരക്ഷകന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച തന്റെ കുഞ്ഞുങ്ങളോടും ഇരുഭവനത്തിലെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, ദേവദാസന്മാർ, ഇതിൽ സംബന്ധിച്ച എല്ലാ മക്കളോടും കൂടെ കർത്താവിന്റെ മഹത്വമുള്ള വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തു മുഖാന്തരം ആദ്യോടെന്ന സകലത്തിൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. യേശുവേ, വേഗം വരണമേ.